ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നോമ്പിൻ്റെ നാളുകളിൽ കൂടെ നാം കടന്നു പോകുന്നല്ലോ. നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint Matthew chapter 15 verses 21 to 28. കനാനിയ സ്ത്രീയുടെ മകൾക്ക് യേശു കർത്താവ് സൗഖ്യം നൽകുന്ന ഭാഗമാണ് ഈ വായിച്ചു കേട്ടതായ ഭാഗം. അടിയുറച്ച വിശ്വാസവും വീണ്ടെടുക്കുന്ന ക്രിസ്തുവും എന്ന് നമുക്ക് ഈ ഭാഗത്തിന് തലക്കെട്ട് നൽകാം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓട്ടമത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിനുള്ള കുഞ്ഞുങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഒരു കുട്ടി മാത്രം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. മത്സരം ആരംഭിച്ചു. എന്നാൽ ഈ വിദ്യാർത്ഥി പരാജയപ്പെട്ടു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന സ്കൂൾ അധ്യാപിക അവന്റെ അടുക്കൽ വന്ന് വിഷമത്തോടെ ചോദിച്ചു, "നീ പ്രാർത്ഥിച്ച് ഓടിയെങ്കിലും പരാജയപ്പെട്ടു പോയല്ലോ." അവൻ മറുപടി പറഞ്ഞു, "ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടിയല്ല. ഇന്ന് ഞാൻ തോറ്റാൽ കരയാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. ഇനിയും മത്സരങ്ങളുണ്ടല്ലോ. സ്ഥിരോത്സാഹത്തോടെ പരിശീലിച്ചാൽ എനിക്ക് പിന്നീടാണെങ്കിലും വിജയിക്കുവാൻ കഴിയും." അതിനുള്ള ദൈവകൃപയ്ക്കായുള്ള പ്രാർത്ഥന കൂടെയായിരുന്നു അത്. വലിയ പ്രതീക്ഷയോടുകൂടെ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്ത മറുപടി ഉണ്ടാകുകയും, പ്രത്യേകിച്ച് അതൊരു തരത്തിൽ അവഹേളനപരമാണെങ്കിൽ എന്തായിരിക്കും അതിനോടുള്ള പ്രതികരണം? മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് യേശു പറയുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് ഈ കനാനിയ സ്ത്രീയിൽ നിന്ന് ഉണ്ടാകുന്നത്. യഹൂദന്മാർക്ക് വിജാതീയരോട് തോന്നിയിരുന്ന നിഷേധം യേശു സ്വീകരിച്ചില്ല. സ്വർഗരാജ്യത്തിൽ വിജാതീയരും തുല്യ അവകാശികളാണെന്ന് യേശു പഠിപ്പിച്ചിരുന്നു. ഇവിടെ യേശുവിന്റെ ഉദ്ദേശം യഹൂദരല്ലാത്തവരെ സമീപിക്കുന്നതിനുള്ള ഒരു പാഠം ശിഷ്യന്മാരെ പഠിപ്പിക്കുക എന്നതുകൂടെയായിരുന്നു. സാധാരണ യഹൂദ മനോഭാവം എപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ആരംഭിക്കുന്നത്. പക്ഷേ ഈ കഥ അവസാനിക്കുമ്പോൾ തന്റെ സ്നേഹവും കരുണയും സഹാനുഭൂതിയും എത്രമാത്രമുണ്ട് എന്ന് യേശു വെളിപ്പെടുത്തുന്നു. യഹൂദന്മാരുടെ നിഷേധ മനോഭാവവും മുൻവിധികളും യേശുവിന്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് അവളെ തടഞ്ഞില്ല. അടിയുറച്ച വിശ്വാസവും സ്ഥിരോത്സാഹവും അവളുടെ മകളുടെ സൗഖ്യത്തിന് കാരണമായി തീരുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളുടെ വിശ്വാസത്തെ അളക്കുന്ന പരീക്ഷകളാകുമ്പോൾ അതിൽ വിജയിക്കുവാൻ നമുക്ക് കഴിയുമോ? ഇടവിടാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.